ഗേറ്റിന് മുന്നിൽ വെച്ചാ ഞാൻ അയാളെ കാണുന്നത്. എന്നോട് അയാൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശ്രീകുട്ടിയോട് വിവരം പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഉടനെ ശ്രീകുട്ടി അയാളെ തിരിച്ചു വിളിക്കാൻ നോക്കി. അപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഡിറ്റക്റ്റീവിന്റെ നമ്പർ അവളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ വിവരം. ആ നമ്പർ ഡിലീറ്റ് ചെയ്തത് അമ്മു തന്നെയാ. അയാള് പലതവണ ശ്രീകുട്ടിയെ വിളിച്ചിട്ടും കിട്ടാതെ വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിറ്റക്റ്റീവിന്റെ നമ്പർ അമ്മു ബ്ലോക്ക് ചെയ്തു എന്നല്ലേ. സത്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. നീ വിചാരിച്ച അയാളെ കണ്ടുപിടിക്കാനാവും. എന്റെ മോൾക്ക് ഇത് സംഭവിച്ചതിന് പിന്നിൽ ആ പെണ്ണിന് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊല്ലും. ആരോ വന്നല്ലോ. ഞാൻ നോക്കാച്ച. ആ ചെല്ല്. ആരാണാവോ? ഹലോ. ആ, എനിക്ക് ഓർമ്മയുണ്ട്. അതാ പെണ്ണ സഞ്ജന. ഓ, എന്തിനാ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്? ആ ശ്രീകുട്ടിയെ കാണാനായിരിക്കും. എന്നാലും ഇനി ആ കുട്ടിയുടെ വരവ് അത്ര നല്ലതല്ല. അവൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാ ശ്രീകുട്ടിയോട് ചോദിച്ചെന്ന് വരും. അവളുടെ ഇങ്ങോട്ടുള്ള വരവ് തടയുന്നതാ എന്തിനു നല്ലത്. ശ്രീകുട്ടി സുഖപ്പെടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നെങ്കിൽ അവൾ വരുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലെന്ന് കരുതാം. അവളെ അച്ഛൻ മടക്കി അയക്കണം. ശ്രീകുട്ടി ആരും കാണാൻ വരുന്നത് കാഞ്ചനയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രഭയുടെ ബന്ധുക്കളെ പോലും വിലക്കിയിരിക്കുക. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തോ വലിയ ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു. ഞങ്ങള് കുടുംബകാര്യങ്ങൾ സംസാരിക്കായിരുന്നു. അല്ല, സഞ്ജന എന്താ വന്നത്? അത് സ്വാതി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വിവരം മനു പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ വന്നാലും അവളെ കാണാൻ കഴിയില്ലെന്ന് കരുതിയ വരാതിരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവള് വീട്ടിൽ വന്ന് കാണാന്ന് കരുതിയിരുന്നതാ. അയ്യോ, കുറച്ചു ദിവസത്തേക്ക് റൂമിലേക്ക് സന്ദർശകരെ വിടരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ സഞ്ജു പറഞ്ഞത്. എന്ന് മാത്രമല്ല, വന്ന് കാണാൻ തടസ്സമില്ലെന്നും പറഞ്ഞു. മോളോട് അവൻ അങ്ങനെ പറഞ്ഞു? അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം പോലെ? മോളെ, സഞ്ജു തന്നെയാ പറഞ്ഞത് ശ്രീകുട്ടിയുടെ റൂമിലേക്ക് വീട്ടിൽ തന്നെയുള്ള 1-2 പേര് പോയാ മതിന്ന്. വല്ല ഇൻഫെക്ഷനും വന്നോന്ന് പേടിച്ച ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. നമ്മളത് പാലിക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞ സത്യമാ കുട്ടി. കുറച്ച് ദിവസം നല്ല ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. കുട്ടി തിരിച്ചു പോയിക്കൊള്ളൂ. കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ടേ ഉള്ളൂ. ഇനിയും തുടർ ചികിത്സകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ കാണാമല്ലോ. നിരാശപ്പെടുകയൊന്നും വേണ്ട. ഞാൻ അവളെ കാണാൻ പാടില്ലെങ്കിൽ പോയേക്കാം. പക്ഷേ സഞ്ജുവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. വരാനും സഞ്ജു പറഞ്ഞു. അങ്കിൾ. ആ മോളെ, മോളെപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ അങ്കിൾ. സ്വാതി ഒന്ന് കാണാൻ കൊതിച്ചാ വന്നത്. അതിനെന്താ,
മോൾ അവളെ പോയി കണ്ടോളൂ. നിങ്ങളെയൊക്കെ കാണുന്നതല്ലേ അവൾക്ക് സന്തോഷം. അമ്മോ, ഇവളെ ശ്രീകുട്ടിയുടെ റൂമിലേക്ക് കൊണ്ടു ചെല്ലും. താങ്ക് യു അങ്കിൾ. മോളോടല്ലേ ഞങ്ങൾ താങ്ക്സ് പറയേണ്ടത്. വാ അമ്മു. പ്രഭേട്ട ഞങ്ങൾ നാണം കെടുത്തി കളഞ്ഞു. ഞാൻ നിങ്ങളെ എങ്ങനെ നാണം കെടുത്തിയെന്നു? ശ്രീകുട്ടിയുടെ റൂമിലേക്ക് വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞു. അവള് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാ പ്രഭ വന്നത്. നിങ്ങൾ അവളെ വിലക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്റെ മകൾ ഒരു പാരാലിസ് പേഷ്യന്റ് ആണെന്നുള്ള കാരണം കൊണ്ടല്ലേ. അവള് പുറത്തുള്ള ആരുമായിട്ടും സമ്പർക്കത്തിൽ പെടാൻ പാടില്ല. റൂമിൽ കട്ടിലെ തന്നെ കിടന്നോണം, അല്ലേ? മനസ്സാ വാചാ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ പ്രഭേ. കാലുകൾക്ക് ചലനമില്ലാന്ന് ശ്രീകുട്ടി പറയുമ്പോൾ പല സംശയങ്ങളും അവൾ ശ്രീകുട്ടിയുടെ മനസ്സിലേക്ക് കടത്തിവിട്ടാലോ എന്ന് പേടിച്ചിട്ടാ. അച്ഛനെ പറഞ്ഞതാ സത്യം. പ്രഭ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ മകള് രോഗിയാണെന്നുള്ള സഹതാപമൊന്നും ആർക്കും വേണ്ട. അവളെ കാണാൻ അവളുടെ ഫ്രണ്ട്സ് വരട്ടെ. എല്ലാ കാലത്തും അവളിൽ നിന്ന് ആ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. പ്രഭയ്ക്കിപ്പോ നീരസം നമ്മോടായി. ആഹാ, എല്ലാരും ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ? ഞാൻ അവിടെ റൂമിൽ കിടന്ന് ബോറടിച്ചു. നിന്റെ ബോറടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. അതിനല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ സഞ്ജു പറഞ്ഞത്? അല്ല, ഇവളെയും കൊണ്ട് സഞ്ജന ഇതെങ്ങോട്ടാ? മുറ്റത്തേക്ക്. ഇവള് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊള്ളട്ടെ. എന്നാ പിന്നെ അമ്മും കുടിച്ചല്ലേ? എന്തിന്? സ്വാതിയെ ഒന്ന് പുറത്ത് കൊണ്ടുപോവാൻ ഇതുവരെ അമ്മൂന് തോന്നിയില്ലല്ലോ. സ്വാതിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അമ്മു, നീ ഇവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. നീ സങ്കടപ്പെടേണ്ട അമ്മു. ശ്രീകുട്ടിയുടെ അച്ഛൻ പറയുന്നതാ കാര്യം. ഇപ്പൊ എന്ത് തോന്നുന്നു? മനസ്സ് റിലാക്സ് ആയതുപോലെ. കിടന്നു പോകുമ്പോഴാ നമ്മൾ അതുവരെ അനുഭവിച്ച സ്വാതന്ത്ര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. നീ ഇനി അതല്ലേ അനുഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കൺമുമ്പിൽ എന്തെല്ലാം നല്ല കാഴ്ചകൾ കാണുമല്ലേ? പക്ഷെ അതൊക്കെ ആസ്വദിക്കാൻ ഓട്ടത്തിനിടയിൽ നമുക്ക് കഴിയുന്നില്ല. ഇവിടെയൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ അറിയുന്നത് തന്നെ ഇപ്പോഴാ. കുറച്ച് ദിവസങ്ങൾ മാത്രം കിടന്നു പോയപ്പോ നീ വലിയ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. മനസ്സ് ആ വഴിക്ക് പോകുന്നത് നല്ലതാ. ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള സമയം നിനക്കുണ്ട്. നമുക്കിവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. ആ ഓക്കെ. ആ ലോക്കൊന്ന് മാറ്റി. ഇനി ഫിസിയോതെറാപ്പി തുടങ്ങണം. ഡോക്ടർ പറഞ്ഞത് കാലിലെ സയാറ്റിക് നെർവിന് പ്രോബ്ലം വന്നതുകൊണ്ടാ കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തതെന്ന. ഞാൻ കരുതിയ പോലെ തന്നെ സ്വാതിക്കെപ്പോഴും സത്യം അറിയില്ല. ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ സ്വാതിക്ക് നടക്കാൻ കഴിയുമെന്നാണോ ഡോക്ടർ പറഞ്ഞത്? അതെ, അതുവരെ ഞാനിത് സഹിക്കണം സഞ്ജന. പിന്നെ
എനിക്ക് നടക്കാമല്ലോ. കിടന്നു പോയതിന്റെയൊക്കെ കണക്ക് തീർക്കണം. നീ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല സ്വാതി. അല്ല, നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. നീ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാനത് പറയാൻ പാടില്ല. ദൈവമേ, അവളെ സത്യം മനസ്സിലാക്കിയെന്നാ തോന്നുന്നത്. അതറിഞ്ഞു വെച്ച് തന്നെയാ അവള് ചേച്ചിയെ കാണാൻ വന്നത്. നിന്റെ മനസ്സിലെന്താന്ന് വെച്ചാ നീ പറ സഞ്ജന. നീ എന്നോട് ക്ഷമിക്ക്. നിനക്കെല്ലാം അറിയാന്ന് കരുതിയാ ഞാൻ വന്നത്. ഈശ്വര, അവളെല്ലാം ചേച്ചിയോട് പറയാൻ പോവാണ്. എങ്ങനെ അവളെ തടയും? നിനക്ക് അറിയാവുന്ന കാര്യം എന്നോട് പറയാൻ നീ എന്തിനാ മടിക്കുന്നത്? നീ എത്ര നിർബന്ധിച്ചാലും നിന്നോട് ഞാനത് പറയില്ല. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. അയ്യോ, നീ അറിഞ്ഞത് എനിക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്നല്ലേ? അങ്ങനെയല്ലേ? നീ എന്നെ കൊണ്ടത് പറയിപ്പിക്കുകയാണല്ലേ? നീ പറഞ്ഞു, ഞാൻ തളർന്നു പോയില്ല. ഇനി തളരാൻ ബാക്കി എന്തിരിക്കുന്നു? കേട്ടിട്ട് എനിക്ക് സഹിക്കാനായില്ല സ്വാതി. നീ പാരലൈസ്ഡ് ആയെന്ന് അറിഞ്ഞപ്പോ ഞാൻ കുറെ കരഞ്ഞു. എന്താ എന്താണ്ടേ? എന്താ ലക്ഷ്മി, നീ കാര്യം പറ. സഞ്ജന ചേച്ചി കാണാൻ വന്നു. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്ന? അവളെ കൂടുതൽ നേരം സ്വാതിക്കൊപ്പം ഇരുത്താൻ പാടില്ല. ചേച്ചി അവളെ വീൽ ചെയറിലെത്തി മുറ്റത്തേക്ക് കൊണ്ടുപോയി. ആരാ അവൾക്ക് അതിന് പെർമിഷൻ നൽകിയത്? അച്ഛൻ തന്നെയാ. നിനക്ക് കൂടെ പോകാറുന്നില്ലേ? സ്വാതി അവൾ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കും. ഇനി പോയിട്ട് കാര്യമില്ല. ചേച്ചി പാരലൈസ്ഡ് ആണെന്നറിഞ്ഞ സഞ്ജന വന്നത്. അതവള് ചേച്ചിയോട് പറഞ്ഞു.
ചേച്ചി പൊട്ടിക്കരയുന്നത് കണ്ട ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. മൈ ഗോഡ്. ഞാനൊരു മഹാപാപം ചെയ്തു പോയില്ല ദൈവമേ. നിന്നോട് ഞാനിത് പറയാൻ പാടില്ലായിരുന്നു. സഞ്ജയ് നിന്നെ അറിയിക്കാതിരുന്നതല്ലേ. ഏത് നേരത്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കരയല്ലേ? സഞ്ജു നീ വേണം ഒന്നിച്ച് ജീവിക്കാൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആക്സിഡന്റായി നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താ. സഞ്ജുവിന് നിന്നോടുള്ള സ്നേഹം അവിടെ വെച്ച് ഞാൻ കണ്ടു. ആ നിമിഷം എന്റെ മനസ്സിൽ നിന്ന് സഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തകൾ നേരോടെ ഞാൻ പിഴുതെറിഞ്ഞു. അവിടെ വെച്ച് മനുവിനോട് ഞാൻ പറഞ്ഞതാ, ഇനി ഒരു നോക്കുകൊണ്ട് പോലും സഞ്ജുവിനെ ഞാൻ ആഗ്രഹിക്കില്ലെന്ന്. സത്യസ്വാതി ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിവാഹം നടന്നു കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു മനസ്സെനിക്ക് ഉണ്ടായിട്ടാ നിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ മനുവിന്റെ കൂടെ രാത്രി ഈ വീട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. സ്വാതി എല്ലാം അറിയുന്നത് ഞങ്ങളുടെ വിവാഹശേഷം മതിയെന്ന് തീരുമാനിച്ചിരുന്നതാ ഞാൻ. കൂട്ടിനൊരാളുണ്ടെന്ന് മനസ്സിലായ പിന്നെ അവൾ തകർന്നു പോവില്ല. പക്ഷെ എല്ലാം സഞ്ജന തല്ലി തകർത്തു. എങ്ങനെ അവളിതൊക്കെ അറിഞ്ഞു? അതൊക്കെ ഇനി അന്വേഷിച്ചിട്ട് എന്താ കാര്യം? സ്വാതി അവള് തകർത്ത് കളഞ്ഞില്ലേ? ഇനി ഞാൻ എങ്ങനെ സ്വാതിയെ ഫേസ് ചെയ്യും? അവള് ഓരോ തവണ ചോദിക്കുമ്പോഴും നുണകളല്ലേ ഞാൻ അവളോട് പറഞ്ഞത്. പറഞ്ഞ് പറ്റിക്കായിരുന്നില്ല ഞാൻ അവളെ. ഇനി വിവാഹത്തിന് അവള് തയ്യാറാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ലക്ഷ്മി? എന്നിൽ നിന്ന് അവൾ അകന്നു പോവും. ഇനി എന്നെ കാണാൻ പോലും സ്വാതി തയ്യാറാവില്ല. എനിക്കെന്റെ സ്വാതിയെ എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോവാ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയും നിതാ കനവുകളും
പറയുന്നിതാ പുലരികൾ പൊഴിയവേ രാവായി മാറിയോ ദിനം മൊഴികളാൽ മുറിയവേ താനേ തേടിയോ മനം നിഴലേ നീ മാത്രമൊപ്പം